Hi guys, welcome back to a very new video. So ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ പേര് നമ്മളെ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഈ സൂപ്പർ റിപ്പീറ്റ് ഞാൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ എന്താ പറയുക ക്വസ്റ്റ്യൻസും കമൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ കമൻസിനും ഇങ്ങനെ റിപ്ലൈ തരാൻ ഞാൻ കുറച്ച് ബിസിയാണ്, അറിയാമല്ലോ. നീറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് മാറ്റിവെച്ച എനിക്കും എൻ്റെ ഹോബീസ് അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ 2 വർഷം. സോ അതൊക്കെ ഞാൻ പതുക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത്യാവശ്യം കുറച്ച് ബിസി കാര്യങ്ങളും മാത്രമല്ല, എൻ്റെ കസിൻ്റെ മാരേജ് ഒക്കെയാണ്, അപ്പോൾ അതിൻ്റെ കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പേരുടെ ഈ ഒരു ക്വസ്റ്റ്യന് എനിക്ക് തോന്നുന്നു ഇതൊരു റൈറ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഇത് പറയാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ മെയ് ഒരു മിഡൊക്കെ ആവാറായിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മുടെ അഡ്മിഷൻസ് ഒക്കെ തുടങ്ങാൻ പോകുന്നുണ്ട് അല്ലേ. എൻട്രൻസിൻ്റെ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ബ്രില്യൻ്റൊക്കെ പോസ്റ്ററൊക്കെ ഇറക്കുന്നുണ്ട്. അഡ്മിഷൻസ് സ്റ്റാർട്ടായി, അവരുടെ സ്ക്രീനിങ് ടെസ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ബ്രില്യൻറ്റിൽ കയറാനുള്ള പെർസെൻറ്റേജ് നിങ്ങൾക്കില്ല എന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ദിസ് സ്ക്രീനിങ് എക്സാം. ഓക്കെ, സ്ക്രീനിങ് എക്സാമിൽ ക്വാളിഫൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻ അഡ്മിഷൻ. അപ്പോൾ ഇനി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ഒക്കെ ചെയ്യാൻ പോകുന്നവരോടാണ്. സോ ആദ്യം തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നവരോട് ഒരു കാര്യം പറയാം. ഇപ്പോൾ +1 +2 യാതൊരു തരത്തിലും എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഡയറക്റ്റ് റിപ്പീറ്റിന് പോയി ഫസ്റ്റ് ടൈം എൻട്രൻസ് എന്താണെന്ന്, കാരണം ക്രാഷിന് പോലും പോയിട്ടില്ല, അങ്ങനെ എൻട്രൻസ് എന്താണെന്ന് അറിയാൻ പോകുന്നവരോടാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. സ്ട്രഗിൾ ഉണ്ടാവും, ഉറപ്പായിട്ടും സ്ട്രഗിൾ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. പേടിപ്പിക്കുകയല്ല, റിയാലിറ്റിയാണ് പറയുന്നത്. സ്ട്രഗിൾ എന്തായാലും ഉണ്ടാവും. ഓക്കെ, കുറേ സ്ട്രഗിൾ ചെയ്യും. ഞാൻ ആ ഒരു സെക്ഷനിൽ പെടുന്നതാണ്. കാരണം കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബയോളജി നമ്മൾ വിചാരിക്കും ഓക്കെ നമുക്ക് എല്ലാം അറിയാം, പക്ഷേ നോ ബയോളജി അങ്ങനല്ല. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ഇനി അങ്ങനെ ആവണമെന്നില്ല, എങ്കിൽ പോലും ആവാതിരിക്കാം. ഓക്കെ, ദെയർ ഈസ് ചാൻസ്. രണ്ട് ചാൻസ് ആണുള്ളത്, ആവാം അല്ലെങ്കിൽ ആവാതിരിക്കാം. ഇനി ഇങ്ങനത്തെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അങ്ങോട്ട്, അല്ലെങ്കിൽ ഈസിയുള്ള ക്വസ്റ്റ്യൻസ്. ഇനി കൂടുതൽ ഈസി ഒന്നും ആക്കത്തില്ല എൻട്രൻസ് ഒന്നും, അത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജി എന്ന് പറഞ്ഞാൽ NCERT ഈച്ച് ആൻഡ് എവറി ലൈൻ കാണാപ്പാഠം പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലാക്കി പഠിക്കണം. ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. NCERT ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നൊന്നും ഇനി ഞാൻ പറയൂല, ഇൻഡയറക്റ്റ് ആയിട്ട് അവർ ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. ഇപ്പോൾ തന്നെ നമ്മളെ ഈ നീറ്റിന് വന്ന റിഡക്ഷനിസ്റ്റ് ബയോളജി, ആ കാര്യം അത് അവരുടെ സെൽ സ്ട്രക്ചറിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്നാണ് അവരത് ചോദിച്ചിരിക്കുന്നത്. സോ ഞാൻ അത് ഒരു വട്ടം വായിച്ചിട്ടുണ്ട് ആ ഒരു പാരഗ്രാഫ്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല, അത് ഞാൻ പഠിക്കുന്ന ടൈമിലാണ് വായിച്ചത്. സോ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. രണ്ടാമതിപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോൾ NCERT വായിക്കുമ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ നോ, ഇനി അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാനൊന്നും പാടില്ല. എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് വായിച്ചിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. പിന്നെ കെമിസ്ട്രി ഫിസിക്സിലോട്ട് വരുമ്പോൾ കഷ്ടപ്പാടാണ്, നല്ല കഷ്ടപ്പാടാണ്. കാരണം നമ്മൾ ഇത്രയും നാൾ സബ്ജക്റ്റീവ് ടൈപ്സ് പഠിച്ചിട്ട് പെട്ടെന്ന് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിലോട്ട് വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാണും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി അങ്ങോട്ട് എൻട്രൻസ് എന്ന് പറയുന്നത്. സോ ആലോചിച്ച് തീരുമാനിച്ച് വെറുതെ ഒരു ചാൻസ്, വെറുതെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞവർ പോവണ്ട, വേറെ കോഴ്സിന് പോകും. വെറുതെ എന്തിനാ 1 ഇയർ കളയുന്നത്, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത്രയ്ക്ക് പാഷനായിട്ട് എനിക്ക് MBBS തന്നെ വേണം എന്നുള്ളവർ ഓഫ് കോഴ്സ് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവരുത്. ലാസ്റ്റ് ഒരു പോയിന്റ് നമുക്ക് കിട്ടാതിരിക്കുക, നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവരുത്. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആക്സെപ്റ്റ് ചെയ്യും എന്നൊരു ഇതുണ്ടെങ്കിൽ മാത്രം പോവുക. ഓക്കെ, എനിക്കതേ പറയാനുള്ളൂ. കൂടുതൽ എന്താ പറയുക, ഓക്കെ ജസ്റ്റ് ഒരു ട്രൈ കൊടുക്കാം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വേർത്താന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അല്ലാണ്ട് എനിക്കിത് വേണം, ഭയങ്കര സ്ട്രോങ് മൈൻഡ് സെറ്റ് ആണുള്ളതെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റിപ്പീറ്റ്. എന്നെ പോലെ റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വട്ടം നമ്മൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം ഉഴപ്പി, അല്ല അത്യാവശ്യം ഇങ്ങനെ കുറച്ചെങ്കിലും ഒന്ന് ഉഴപ്പി എന്ന് ഫീൽ ചെയ്യുന്നവരായിരിക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ റിപ്പീറ്റ് കഴിഞ്ഞ വട്ടം ഞാൻ ഫിസിക്സിന് കുറച്ച് ഉഴപ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിക്ക്, അപ്പോൾ എനിക്കത് രണ്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അടുത്ത് നോക്കാം, റിപ്പീറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഓൺലൈൻ ആയിരുന്നു, അപ്പോൾ റിപ്പീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ റിപ്പീറ്റ് ചെയ്തു. ലാസ്റ്റ് ഇങ്ങനെയൊക്കെ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണം. ഇപ്പോൾ തന്നെ ഈ ഒരു എക്സാം എഴുതിയ സൂപ്പർ റിപ്പീറ്റേഴ്സ് ഉണ്ട്, 4th ടൈം 5th ടൈം ഒക്കെ ഡ്രോപ്സ് ഉള്ളവരുണ്ട്. അവരൊക്കെ അവരുടെ മൈൻഡൊക്കെ ഭയങ്കര ഷട്ടേർഡ് ആണ്. കാരണം ഇങ്ങനെ ഇത്രയും ടഫുള്ളൊരു എക്സാം ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. സോ അതിന് എന്താ പറയണ്ടേ, ഇത്രയും നല്ല ടഫായി. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നല്ല റിപ്പീറ്റ് ചെയ്യുന്നവരെ ആലോചിച്ച് തീരുമാനിച്ച് തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. 2ാമത്തെ വർഷമാണ്, 2 years ആണ് നമ്മുടെ. ഇപ്പം ഞാൻ റിപ്പീറ്റിന് കയറിയ ടൈമിൽ എൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 18 year old ആണ്. I am 18 year old at that time. ഇപ്പോൾ എനിക്ക് 20 ഉണ്ട്.
സോ 2 ഇയേഴ്സ് ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നല്ല എന്താ പറയുക എൻജോയ് ഒക്കെ ചെയ്ത് നടക്കേണ്ട 2 ഇയേഴ്സ്. നമ്മൾ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ വാരിയേഴ്സാണ്. ഈ നീറ്റ് ആസ്പിറൻസ് അല്ലെങ്കിൽ UPSC ഇവരെന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഓരോ കോമ്പറ്റേറ്റീവ് എക്സാംസിന് കയറുന്നവർ ഭയങ്കര വാരിയേഴ്സാണ്. അവർക്ക് എന്തോ ഒരു സൂപ്പർ സ്പെഷ്യൽ ഒരു പവർ ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ആരും അങ്ങനെ എടുക്കൂല, അങ്ങനെ ചൂസ് ചെയ്യൂല. ഓക്കെ, ദേ വിൽ ഗോ ഫോർ അനദർ കോഴ്സ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ ഡ്രീമിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടായാലും നമുക്ക് ആ കാര്യം വേണം എന്ന് തീരുമാനിച്ച് ഇറങ്ങിയ നമ്മളെന്ന് പറഞ്ഞാൽ വി ആർ സ്പെഷ്യൽ വൺസ്. യെസ്, ഓഫ് കോഴ്സ് നമ്മൾ ഭയങ്കര സ്പെഷ്യലാണ്. എനിക്കറിയാം, എനിക്ക് 4th, 5th, 6th ഡ്രോപ്പ് ഉള്ളവരൊക്കെ മെഡിക്കൽ കോളേജിൽ കയറിയവരെയൊക്കെ എനിക്കറിയാം. അപ്പോൾ എന്താ പറയുക, അവരെന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി ഞാനത് റിപ്പീറ്റർ ആയിട്ട് പോലും എനിക്ക് അവരോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ആണുള്ളത്. നീറ്റ് ക്രാക്ക് ചെയ്ത എല്ലാവർക്കും, നീറ്റ് ആസ്പിറൻസിന് നീറ്റ് ക്രാക്ക് ചെയ്ത MBBSന് കയറുള്ളവർക്കെല്ലാം ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം എന്താണെന്നറിയോ, നീറ്റ് ആസ്പിറൻസിന് മാത്രമേ അത് എത്രത്തോളം ടഫാണ്. ഇപ്പം നമ്മൾക്കിപ്പോൾ ഒരു കാര്യം വേണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടേതായ സമാനമായിട്ടുള്ള ഒരാൾക്കേ നമുക്ക് എന്താ പറയുക നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പുറത്ത് നിന്ന് കാണുന്ന ആർക്കും അത് എന്താ പറയുക മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് റിപ്പീറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. സോ ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിലും പിന്നെ സാച്ചുറേറ്റഡ് ആവരുത്. റിപ്പീറ്റൊക്കെ ആകുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ സാച്ചുറേറ്റഡ് ആവും. ഒരു ആദ്യമൊക്കെ ഭയങ്കര ത്രില്ലായിരിക്കും. പക്ഷേ ഈ എൻട്രൻസിൻ്റെ ഒരു പ്രശ്നമാണ്, ആദ്യം ഭയങ്കര ത്രില്ലായിരിക്കും. പക്ഷേ ഒരു മിഡിൽ, ഒരു സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടങ്ങ് സാച്ചുറേറ്റഡ് ആയിപ്പോവും. അത് നമുക്ക് എന്താ പറയുക, അത് പുറത്ത് നിന്ന് കാണുന്ന ആൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവരൊക്കെ ജഡ്ജ് ചെയ്യും നമ്മളെ, എന്താ മാർക്കില്ലാത്ത, ഇത്രയും നാൾ നല്ല മാർക്ക് മേടിച്ച് വന്നതാണല്ലോ. അത് ഈ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന വേറൊരാൾക്ക് മാത്രമേ നമ്മളൊരു സിറ്റുവേഷൻ, അതെല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണല്ലോ. നമുക്കിപ്പോൾ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വേറൊരാൾക്കുണ്ടെങ്കിലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ നമ്മൾ ഏത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നുള്ളത്. അല്ലാണ്ട് പുറത്ത് നിന്ന് നമ്മുടെ സിറ്റുവേഷൻസ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാർക്ക് അത് പറഞ്ഞാലും മനസ്സിലാവത്തില്ല, അത് നേരിട്ട് കണ്ടാലും മനസ്സിലാവത്തില്ല. അപ്പോൾ റിപ്പീറ്റേഴ്സിനോട് എനിക്ക് അങ്ങനെ അത് തന്നെയാണ് പറയാനുള്ളത്. സൂപ്പർ റിപ്പീറ്റേഴ്സിനോട് പിന്നെ എന്തായാലും ഒരു റിപ്പീറ്റ്, സൂപ്പർ റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് MBBS തന്നെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടണം എന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പോൾ ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നത് ഞാൻ സൂപ്പർ റിപ്പീറ്റിന് പോകുന്നുണ്ടോയെന്ന്. ഇല്ല, ഞാൻ സൂപ്പർ റിപ്പീറ്റിന് പോകുന്നില്ല. കാരണം ഈ ഒരു റിപ്പീറ്റിൽ തന്നെ എൻ്റെ ഹെൽത്തൊക്കെ പകുതി മുക്കാലൊക്കെ പോയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. കാരണം ഞാൻ ആക്ച്വലി ഇങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ തന്നെ ഒരു കമൻറ്റിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ നീറ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു കമൻറ്റ് ഞാൻ കണ്ടു, യു ലുക്ക് ലൈക്ക് ആൻ ഏജ്ഡ് വുമൺ എന്ന്. ആക്ച്വലി അത് എനിക്ക് കുറ്റമായിട്ടല്ല. ആക്ച്വലി എന്നെ കുറേ പേര് അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫാമിലിയിലായിക്കോട്ടെ. ഞാൻ എന്താ പറയുക, ഒരു 10th സ്റ്റാൻഡേർഡ് വരെ ഇങ്ങനെ അല്ലായിരുന്നു. ഞാൻ നല്ല സ്കെൽറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഈ ഒരു റിപ്പീറ്റിന് കയറിയതിന് ശേഷം PCOD കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഞാൻ ഇത്രയും ഫാറ്റൊക്കെ ആയി, ഇങ്ങനെ ഫേസൊക്കെ ഇങ്ങനെ പിമ്പിൾസും കാര്യങ്ങൾ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ആയി, അങ്ങനെയൊക്കെ വന്നു. പിന്നെ അതിലൊന്നും എനിക്ക് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. സോ മറ്റുള്ളവർ എന്നെ പറ്റിയിട്ട് പറയുന്നതൊന്നും ഐ ഡോണ്ട് കെയർ. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് മെയിനായിട്ട് വേണ്ടത്. എൻട്രൻസിന് കയറി കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് സമാധാനമില്ലായിരുന്നു. സമാധാനം എന്ന് പറയുന്നൊരു സാധനമില്ലായിരുന്നു. കാരണം ഉറങ്ങാൻ പറ്റില്ല രാത്രി. ടെൻഷനാണ്, ഭയങ്കര ടെൻഷനാണ്, ഉറക്കവേ വരത്തില്ല. പിന്നെ എന്താ കിടന്നാൽ പോലും എങ്കിൽ ചോദിക്കും, കിടന്നാൽ കുറച്ച് ലേറ്റായിട്ടൊക്കെ കിടന്നു കഴിഞ്ഞാൽ രാവിലെ എണീക്കും. അലാറമൊക്കെ എൻ്റെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമിൽ അലാറമൊക്കെ ഉണ്ടല്ലോ, എൻ്റെ അടുത്തിരുന്ന് കേട്ടാൽ പോലും ഞാൻ എണീക്കില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട്.